ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ യുവർ ലൈൻ ഏപ്രിലിന്റെ സീസൺ 1 എപ്പിസോഡ് 5 എത്തിയിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കി പ്രീവിയസ് എപ്പിസോഡ്സ് എല്ലാം എന്റെ ചാനൽ കിടപ്പുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ എപ്പിസോഡ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ വാത്താരി ഉണ്ട്, സുബാക്കി ഉണ്ട്, നമ്മുടെ ഹീറോയും ഉണ്ട്. സോ നമ്മുടെ വാത്താരിയും സുബാക്കിയും കൂടെ ആ ഒരു കായലിലേക്ക് എടുത്ത് ചാടി അവര് എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. പക്ഷെ ഹീറോയ്ക്ക് മാത്രം പറ്റുന്നില്ല. ഹീറോ പേടിച്ച് നിൽക്കുകയാണ്. ചാടി എന്തെങ്കിലും പറ്റുമോ സംഭവിക്കുമോ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. ആരുമെന്ന് വരണില്ലേ, വാടാ ഇവിടെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ പറയുന്നത് ഇല്ലടാ ഞാൻ വരുന്നില്ല, ഞാൻ ഇനി ചാടിയിട്ട് എനിക്ക് വല്ല പറ്റിയാൽ അല്ലെങ്കിൽ എനിക്ക് അസുഖം പിടിച്ചാൽ എന്റെ അമ്മ എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ സുബാക്കി പറയുന്നത്, സുബാക്കി ചാടിയിലായിരുന്നു. അപ്പൊ സുബാക്കി പറയുന്നത് ഇനി അമ്മ വഴക്ക് പറയും, മറ്റൊരു വഴക്ക് പറയും, ഇവര് വഴക്ക് പറയുമെന്ന് പറഞ്ഞ് മാറി എന്നാലാണ്. നീ ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, നീ നമ്മളോട് വരുമെന്ന് പറഞ്ഞ് സുബാക്കിയുടെ തള്ളിയിടുകയാണ് അവരെ. എന്നിട്ട് നമ്മുടെ സുബാക്കി കൂടെ ചാടുകയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്ത് മോട്ടിവേഷനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തില്ല, അവന് നീന്തൽ അറിയില്ല. നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ മുങ്ങിയിട്ട് മേലോട്ട് കയറി വരുന്നില്ല. പിള്ളേർ കുറച്ച് പേടിച്ചു. സോ അവസാനം ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ചേർന്ന് ഹീറോയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആരും അങ്ങനെ ബോധം കെട്ടിടക്കിടും. അങ്ങനെ ഒരു ബോധമൊക്കെ അപ്പൊ സുബാക്കിയും നമ്മുടെ വാട്ടാരിയും കൂടെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ആരും വേണ്ടിയിട്ട്. അപ്പൊ വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ സൂപ്പർ ആയിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വെച്ച് നിങ്ങളിപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നി, ആദ്യമായിട്ടാണ് ചിരിച്ച് കാണുന്നത് അല്ലേ. ചിരിക്കുന്ന സെൻസ് ഓഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് മനസ്സ് വിട്ട് ചിരിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വെച്ച് ഇത് കാണിച്ചിട്ട് ആ എപ്പിസോഡ് സ്റ്റാർട്ട് ആക്കുകയാണ്. നിങ്ങളിപ്പോൾ തോന്നിക്കാണും എന്തിനാണ് ഒരു അൺവാണ്ടഡ് ആയിട്ട് ഈ സീൻ വെച്ചതെന്ന്. അൺവാണ്ടഡ് അല്ല, ലാസ്റ്റ് അല്ലെങ്കിൽ ക്ലൈമാക്സ് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ സീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. കോരയാണെങ്കിൽ അവിടെ മയങ്ങി വീഴില്ല, അങ്ങനെ അവള് ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവളെ കാണാൻ വേണ്ടി നമ്മുടെ സുബാക്കി മാരിമയും വട്ടാരിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ അവളുടെ ആ ഒരു റൂം, അവളുടെ ഡിപ്പാർട്ട്മെന്റ് ആ റൂം തുറന്ന് നോക്കിയപ്പോൾ ഡോക്ടറെ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവര് കയറി പോയത്, ഒരു പെർമിഷൻ ഇല്ലാതെ കയറിയത്. സോ അപ്പം ആ ഒരു അവസ്ഥയിൽ അവർ കണ്ടപ്പോൾ ഒരു മൈൻഡ് നാണം കിട്ടുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ഡോർ ക്ലോസ് ചെയ്ത് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഇപ്പൊ നമ്മളുടെ സുബാക്കി വാത്തനും കൂടെ ആരുമേലും അവിടെ തിരികെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രാക്ടീസിന് പോകണം, ഇനി പ്രോഗ്രാമിൽ വിളിച്ചാൽ പോകാതിരിക്കരുത്, നീ കാരണമാണ് ഈ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത്. കാരണം ഇത്രയും ടൈം ഗ്യാപ്പിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുത്തല്ലേ ചെയ്തത്. സോ അത് കാരണമാണ് ഇത്ര സംഭവിച്ചത്, അതുകൊണ്ട് നീ കറക്റ്റ് പ്രാക്ടീസിന് വരണം എന്ന് പറയുകയാണ്. സോ അങ്ങനെ എല്ലാവരും തിരിച്ചു പോകാന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോൾ നമ്മുടെ കോറയാണെങ്കിൽ ഹീറോനെ മാത്രം വിളിക്കുകയാണ്, നമ്മളുടെ ആരുമെ മാത്രം വിളിക്കുകയാണ്. വിളിച്ചിട്ട് എടാ നീ പിയാനോ വീണ്ടും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ, ഇല്ല ഞാൻ ഇനി എപ്പോൾ പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് അപ്പോഴെല്ലാം ഈ ഒരു ഓർമ്മ വന്നിട്ട് പാതി വെച്ച് ആ മ്യൂസിക് കട്ടായി പോവുകയാണ് എന്ന് പറയുകയാണ്. സോ തിരിച്ചെടുക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് നിർത്തിക്കളഞ്ഞു, ഞാൻ പിന്നെ എടുത്തിട്ടേ ഇല്ലെന്ന് പറയുകയാണ്. എടാ നമ്മൾ അങ്ങനെയല്ലടാ, നമ്മൾ ഫസ്റ്റ് ആ മ്യൂസിക്കിനെ കോർ ഇമോഷൻ ആക്കി വെച്ച് നീ പ്ലേ ചെയ്ത് നോക്കിയാൽ, ലൈക്ക് നിനക്ക് പണ്ട് കുറെ ഇമോഷൻസ് ഉണ്ടായിരുന്നായിരിക്കാം, ട്രോമാസ് ഉണ്ടായിരുന്നായിരിക്കാം, അതിനെ നീ പിന്നിലേക്ക് മാറ്റി വയ്ക്കണം. ഫസ്റ്റ് നീ ഫോക്കസ് ചെയ്യാനുള്ളത് മ്യൂസിക് മാത്രമായിരിക്കണം, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നീ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. അപ്പൊ അവൻ പറയും യെസ് ഓക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവനും പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും സുബാക്കിയും കൂടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പം നോക്കിയപ്പോൾ നമ്മുടെ വാത്താരിയെ കാണാനില്ല. വാത്താരി ഇവിടെ നോക്കിയപ്പോഴാണ് വാത്താരി എന്നത്തെ പോലെ തന്നെ ഏതാ ഒരു പെൺകുട്ടിയെ വായനകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുബാക്കി ആര്യമ്മയോട് ചോദിക്കുന്നത്, എടാ കോർ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. സുബാക്കി ചോദിച്ച ടോണ് വേറെയാണ്. ആര്യമ്മ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ നീ വിചാരിക്കും പോലെയൊന്നും അല്ല, ജസ്റ്റ് പിയാനോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പിയാനോ വായിച്ചോ എന്നൊക്കെയാണ് ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ലെന്ന് അവൻ പറയുകയാണ്. എടാ നീ പേടിക്കുന്ന കണക്കൊന്നും അല്ലടാ, നിനക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ സുബാക്കി പറയണം. എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ആലോചിക്കണം, ഒന്നും കിട്ടുന്നില്ല അവർക്ക്. ശരി വീട് നമുക്ക് വേറെ വല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ് വിഷയം മാറ്റിയിടുകയാണ്. സോ അങ്ങനെ അവൻ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. അപ്പൊ എവിടെന്നോ ഒരു വന്നിട്ട് അവനെ പേടിപ്പിക്കുകയാണ്, വേറെ ആരുള്ള വാത്താരി തന്നെയാണ്. സോ അങ്ങനെ അവൻ പേടിച്ച് വീണ ആ ഒരു പോസ് ഉണ്ടല്ലോ, അത് അവൻ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അത് നേരെ കോറയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയോട് നമ്മളെ വട്ടാരി ചോദിക്കുകയാണ്, നമ്മുടെ കോറയുണ്ടല്ലോ അവള് ഡിസ്ചാർജ് ആകാൻ പോവുകയല്ല, അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നീ ചോദിക്കുകയാണ്. അപ്പം ഹീറോ ഒരു ഐഡിയ പോലും ഇല്ലാതെ അവന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വത്താൻ ഒരുപാട് കളിയാക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നീ കാരണമാണ് ഹോസ്പിറ്റലിലായി എന്ന് പറഞ്ഞ് വീണ്ടും ഒരുപാട് കുത്തി പറയുകയാണ്. അപ്പൊ അവൻ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞില്ല, മനസ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കാരണമല്ല അത് സംഭവിച്ചത്, അത് എന്നെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവളാണ് എന്നെ രക്ഷിച്ചത്, എന്നെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ട്രോമയിൽ നിന്ന് അവളാണ് എന്നെ രക്ഷിച്ചത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്. ആ ഒരു മഴയത്ത് നമ്മളുടെ ഹീറോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പെയിനും അവന്റെ ട്രോമാസും എല്ലാത്തിനെയും ഒന്നിനെ കൊണ്ട് മാത്രമേ തകർക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ അത് ആ മ്യൂസിക്കാണ്, അത് ആ പിയാനോ ആണ്. ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വോയിസോടെ കാണിക്കുകയാണ്. ആ ടൈമിൽ ആരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മഴയല്ലേ പെട്ടെന്ന് വീട്ടിൽ പോകണ്ടേ, അതിനാണ് അവിടെ വേറെ ഒന്നുമല്ല. സോ സീൻ കട്ട് ചെയ്തിട്ട് നമുക്ക് സുബാക്കിയെ കാണിക്കുകയാണ്. സുബാക്കി അവളുടെ വേറൊരു ഫ്രണ്ടുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് മെയിലെ പരസ്യമായിട്ട് ചോദിക്കുന്നത്, നിനക്ക് ആര്യമ്മനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുബാക്കി ഒരുമാതിരി എന്തൊന്നും നീ പറയണം, അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറയണം. പക്ഷേ അവളുടെ ബോഡി ലാംഗ്വേജ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര നാണമൊക്കെ കുണുങ്ങി, പിന്നെ നാണം കുണുങ്ങി സംസാരിക്കില്ല, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചാണ്, നീ കുറച്ചാളുകൊണ്ട് ഭയങ്കര വീടായിട്ടാണ് നടന്നത്, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുകയാണ്. സോ അപ്പം ഒരു പയ്യൻ ഇങ്ങോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. സോ ഇവനാണ് നമ്മളുടെ സുബാക്കി കളിക്കുന്ന ബേസ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. സോ അവർ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇവിടെ അടുത്തൊരു ക്രഷ് ഉണ്ട്. അതായത് ഇവരുടെ ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് വെക്കൊണ്ടപ്പോൾ ഇവ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫുള്ള് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ സുബാക്കിയും പിന്നെ കോറിയും ഒരുമിച്ച് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തില്ല, അത് ആലോചിച്ച് പിന്നെ പൊസസീവ്നെസ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അവ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ ചോദിക്കുകയാണ്. അപ്പം അല്ല അങ്ങനെയൊന്നും അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അപ്പം തന്നെ മുഖത്ത് ഈ പറയുകയാണ്. അവൾ പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റാത്ത രീതിയിൽ ഷൈ ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറയാം എന്താണ് ആൻസർ എന്ന് പറയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവൾ അവിടെ വെച്ച് ആലോചിക്കുകയാണ്, ഞാൻ എന്ത് പറയട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയണോ നോ പറയണോ എന്ന് പറഞ്ഞ് അവൾ ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ആരുമേ ഇഷ്ടമാണെന്ന് പറയുകയാണ്. സോ ആ ടൈമിലാണ് അവൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് അവൾക്ക് ആരുമേ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. സോ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഫുൾ കൺഫ്യൂഷനാണ്. അങ്ങനെ അവൾ ആകാശത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് കാണിക്കുന്ന ഹീറോ ആണെങ്കിൽ ആ ഒരു എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറയുന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് വാത്താരി വരുന്നത് ഹീറോ കാണുന്നത്. ഹീറോ ഡോൺ സൈഡ് ഒളിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, ഇനി ഗിഫ്റ്റ് വെച്ച കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ കൊടുക്കട്ടെന്ന് പറഞ്ഞ് നമുക്ക് വിധിച്ചവളല്ല എന്ന ഉദ്ദേശത്തിൽ തിരിച്ചു പോവുകയാണ്. നമ്മൾ ആദ്യം കാണിച്ചില്ല ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന്റെ തായിലുണ്ട്. സോ അവിടെ ക്രോസ് ചെയ്യാൻ നേരത്താണ് നമ്മളുടെ ആര് നിൽക്കുന്നത്, നമ്മളുടെ കോരി ഇവിടെ നിൽക്കുന്നത്. കോരി കുട്ടികളോടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹീറോ പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. ഇവളങ്ങനെ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷോക്ക് അടിച്ചപ്പോഴാണ് കോരി വന്നിട്ട് പറഞ്ഞത്, എടാ ഇങ്ങോട്ട് വാടാ നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുകയാണ്. ഇപ്പോഴാണ് ആ കൊച്ചുപിള്ളയെ പറയുന്നത്, ഇനി എനിക്ക് വീട്ടിൽ പോകാതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. സോ ഇതൊക്കെ നമ്മുടെ കോരി പ്ലാൻ ചെയ്തിട്ട് കുറെ കാര്യങ്ങളാണ്. അവൻ വരുന്നത് വരെ ഇവരുടെ കളിച്ചുകൊണ്ട് നിൽക്കാം, അപ്പം നമ്മുടെ ആരുമൊക്കെ ഡൗട്ട് തോന്നില്ലല്ലോ എന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊരു പ്ലാനിങ് ആണ് ഇത് ഈ കുട്ടികൾ നശിപ്പിച്ചത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞു മാറ്റിയിട്ട് ചുമ്മാ കൈ ഇങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. എന്തിനു നീട്ടണം നോക്കിയപ്പോഴാണ് വേറെ ഒന്നുമല്ല, പ്രസന്റ് ഇവിടെ പോയെന്ന് നോക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, പത്തരയെ കൊടുത്തിട്ടുണ്ട്, ഇവ മാത്രമേ കൊടുക്കാറുള്ളൂ. ഇനി അപ്പം നീ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലല്ലേ എന്ന് പറഞ്ഞ് അവള് വീണ്ടും എഗെയിൻ കരയാൻ തുടങ്ങിയിരിക്കുകയാണ്. നീ കരയല്ലേ, നീ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കില്ല, നീ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്യാന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് എഴുതിട്ടോ ഞാൻ എന്ത് ചോദിച്ചാലും നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്ക് തരുമല്ലോ, അപ്പൊ നീ എനിക്ക് അക്കമ്പനി തരുമെന്ന് ചോദിക്കുകയാണ്. മറ്റേ ആ പിയാനോ അതിന്. ഓക്കെ, എന്റെ പൊന്നു കോരി എനിക്ക് അതിന് മാത്രം പറ്റില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് കോരി ഒന്ന് ശ്രദ്ധിക്കാതെ ഇങ്ങനെ പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയാമോ, നമുക്ക് 14 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രിഡ്ജിന്റെ മേളിൽ നിന്ന് ചാടുകയാണ് വെള്ളത്തിലോട്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് കാണിച്ചതിന്റെ കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഹീറോ വരുമ്പോൾ ഞെട്ടുകയാണ്, ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അവസാനം ഹീറോ അങ്ങോട്ട് കുതിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും ഷോക്കായി, ഹീറോ കുതിച്ചോ? ഇവൻ ഭയങ്കര ട്രോമ അടിച്ച് ഡിപ്രഷൻ അടിച്ചിരുന്ന പയ്യൻ പെട്ടെന്ന് ഇങ്ങനെ ചാടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഞെട്ടി നോക്കുകയാണ്. പെട്ടെന്ന് നമ്മളുടെ ഹീറോ മുഖത്തൊക്കെ ചിരിക്കുകയാണ്, നോർമലായിട്ട് മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. സോ അവിടെ വെച്ച് നമ്മുടെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ.